കോഴിക്കോട് കോനാട് ബീച്ചിൽ ഓടുന്നതിനിടെ കാറിന് തീപിടിച്ച ഒരാൾ വെന്തുമരിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. തീപിടിച്ച കാർ നിർത്തിയപ്പോൾ സമീപത്തുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സീറ്റ് ബെൽറ്റ് ലോക്കായതിനാൽ ആളെ പുറത്തിറക്കാൻ പറ്റിയില്ല. ഗൂഗിൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കോഴിക്കോട് കോന്നാട് ബീച്ചിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി ഡ്രൈവറായ വ്യക്തി വെന്തുമരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് പുക ഉയരുകയും പെട്ടെന്ന് തന്നെ അത് വലിയൊരു അഗ്നിഗോളവുമായി മാറുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പുറകെ വരുന്ന യാത്രക്കാരും നാട്ടുകാരുമൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെങ്കിലും അവർക്കാർക്കും രക്ഷപ്പെടുത്താൻ ആയില്ല. സീറ്റ് ബെൽറ്റ്, വണ്ടി ഓടിച്ചിരുന്ന ആളുകളുടെ സീറ്റ് ബെൽറ്റ് ലോക്കായി അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കാതെ വരികയും അദ്ദേഹം കാറിനകത്ത് തന്നെ വെന്തുമരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആളുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആരാണ്, ഏത് സ്വദേശിയാണ് മരിച്ചത് എന്നത് സംബന്ധിച്ച അന്വേഷണം നടന്നു വരികയുള്ളൂ. ചേളന്നൂർ സ്വദേശിയുടെ പേരിലുള്ള വാഹനമാണ്. RC ബുക്ക് പ്രകാരം അത്തരത്തിലാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഞാൻ ഈ വണ്ടിൻ്റെ തൊട്ട ബാക്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി ഓടി വരുന്നതായിട്ട് കണ്ടില്ല. പക്ഷെ പെട്ടെന്ന് ഒരു പൊടി പുകപ്പാടലങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നതായിട്ട് കണ്ട്. പുക വന്നുള്ളപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരും കൂടി ഓടി. ഞാനവിടെ വണ്ടി സൈഡാക്കി ഞാൻ ഓടി. പിന്നെ ഇവർ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഡോറ് തുറക്കാൻ ശ്രമിച്ച് ചാടാൻ പറയുന്നുണ്ട്. പക്ഷെ മൂപ്പരിക്കൊന്നും പറ്റില്ല. മൂപ്പര് സീറ്റ് ബെൽറ്റ് അയക്കാൻ പറ്റാത്തൊരു കണ്ടീഷനൊക്കെ ആയിരുന്നു. പിന്നെ വളരെ സെക്കൻഡുകൾക്കുള്ളിലാണ് തീ പടർന്നതും. പിന്നെ നമ്മൾ അതിൻ്റെ ചുറ്റും ഓടല്ലാതെ ഇവിടുന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസും ഒക്കെ അങ്ങനെ ആയിരിക്കാം. ഈ പ്രദേശത്ത് കേൾക്കാൻ പറ്റുന്ന സൗണ്ട്, വലിയ ഭീമമായ സൗണ്ടൊന്നുമല്ല. പ്രദേശത്ത് ഇങ്ങനെ ശരിക്കും നമ്മൾ പടക്കം പൊട്ടിച്ചാലൊക്കെ അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ നമുക്കും കൂടി അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, അത്രയും ചൂട്. പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടാന്ന്, പെട്രോളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഫയർഫോഴ്സ് വരാനുള്ള, പിന്നെ ആംബുലൻസ് വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി, ഉദ്യോഗസ്ഥന്മാരൊക്കെ വരാനുള്ള സൗകര്യം ഒരുക്കിയിട്ട് പിന്നെ നമ്മളെ പണി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇവിടെ വരാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഇല്ല, ഇവിടുന്ന് കണ്ട് പുക ഇവിടുന്ന് കണ്ടതും ഇവിടുന്നാണ് കത്തുന്നത്. വണ്ടി സൈഡാക്കിയിട്ടാണ് കണ്ടത്. അങ്ങനെ ആയിരിക്കാം. എന്താണെന്ന് അറിയാം, തൊട്ട ബാക്കിൽ ഒരു ട്രാഫിക്കിൻ്റെ വണ്ടിയുണ്ട്, ട്രാഫിക് പോലീസുണ്ട്. അവരൊക്കെ വളരെ നല്ല ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു ഗ്യാസൊക്കെ വാങ്ങി അടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. വളരെ പരിശ്രമിച്ചിട്ടുണ്ട് പോലീസുകാരൊക്കെ. പക്ഷെ പറ്റുന്നില്ല, തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് സംഭവിച്ചത്. അടുത്തുള്ളവരൊക്കെ തുറക്കുന്നവർ, നമ്മൾ ബഷീർ എന്ന് പറഞ്ഞ ആളൊക്കെ തുറക്കാൻ പറയുന്നുണ്ട്. മൂപ്പരൊക്കെ വളരെ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റുന്നില്ല. മൂപ്പർക്ക് സീറ്റ് ബെൽറ്റ് അയക്കാനൊന്നും പറ്റുന്നില്ല. ലോക്കായിരിക്കാം, അങ്ങനെ ആയിരിക്കും. ഫയർഫോഴ്സ് വന്നതിൻ്റെ ശേഷം ഇവിടുന്ന് വെള്ളം മുക്കി ഒഴിച്ചിട്ട് ഇവിടെ അടുത്തൊന്നും മോട്ടറൊന്നും ഇല്ലാത്തല്ലേ, വെള്ളം മുക്കി ഒഴിക്കുന്നുണ്ട്. അവിടുന്ന് മുക്കി ഒഴിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് തീ അണച്ചത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും വെള്ളമൊഴിച്ച് പൂർണ്ണമായിട്ടും തീ കെടുത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ബീച്ചിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് ഇവിടെ ഈ കാറിൻ്റെ തീ കെടുത്തുകയും ആളെ പുറത്തെടുക്കുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുകയും നാട്ടുകാർക്കൊപ്പം ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. ആളുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.